നിങ്ങൾക്ക് ഇത് ഒരിക്കലും വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന് ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വിജയിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ ജയിക്കുക. വാക്കുകൾ ഒരുപക്ഷേ നുണയായിരിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും എന്നത് ഓർക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും സത്യസന്ധരാവുക. സത്യസന്ധരായ ആളുകൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഒരു മനുഷ്യന് 3 ഭാഷകൾ ഉണ്ടായിരിക്കണം. ഒന്ന് അയാൾക്ക് അടുപ്പമുള്ളവരോട് സംസാരിക്കുന്നത്, മറ്റൊന്ന് കാണുന്നവരോട് സംസാരിക്കുന്നത്, വേറൊന്ന് സ്വയം സംസാരിക്കുന്നത്. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക അത് ശക്തമാണെന്ന്. ഒപ്പം അതിരുകളില്ലാത്ത വിശ്വാസവും പ്രതീക്ഷയും എന്നിൽ ആവാഹിക്കുക, അർപ്പിക്കുക. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒന്നിനുമാകില്ല. ജീവിതത്തിൽ റിസ്ക് എടുക്കുക. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നയിക്കാനാകും. നേരെ മറിച്ച് നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വഴികാട്ടാനാകും. കുട്ടിക്കാലത്ത് ആരെങ്കിലും നമ്മളെ നല്ല അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷിക്കരുത്. അത് ഒരുതരം ട്രാപ്പാണ്. ജീവിതം മുഴുവൻ ചിറകൊതുക്കി ഇരിക്കാനുള്ള ഒരു പ്രോത്സാഹനം. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യുക. മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുകയും ചെയ്യുക. ദൈവം അവരോടും സംസാരിക്കുമെന്ന് വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിൽ നിന്നെപ്പോലെ അവരും ഏർപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒന്നിലും ഭയപ്പെടാതെ ഉറച്ച തീരുമാനത്തോടെ നീ നിൻ്റെ ജീവിതത്തെ മുന്നോട്ടു നയിക്കുക. നിനക്ക് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും. ഒപ്പം ആത്മവിശ്വാസവും ധൈര്യവും നിന്നിൽ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നീ ചെയ്യാനുള്ളത് ചെയ്യുക. മറ്റുള്ളവരെ നീ ആശ്രയിക്കേണ്ടതില്ല. അത് നിനക്ക് സങ്കടങ്ങളല്ലാതെ ഒരിക്കലും സന്തോഷം നൽകില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഒരിക്കൽ നമുക്ക് കിട്ടിയ സത്യസന്ധമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെ ബുദ്ധി മറന്നുപോയാലും ഹൃദയം മറന്നുപോകില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കണ്ണു നിറയുന്നവരെയും വാശി കാണിക്കുന്നവരെയും മോശമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയും ഉള്ളവർ അവരാണ്. എന്താണ് വിജയം? നിങ്ങളുടെ മനസ്സിനോടും ആത്മാവിനോടും കൂടി സമാധാനത്തോടു കൂടി രാത്രി ഉറങ്ങാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വിജയം. അത് കഴിഞ്ഞ് മറ്റെന്തിനും സ്ഥാനമുള്ളൂ. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക അത് ശക്തമാണെന്ന്. ഒപ്പം അതിരുകളില്ലാത്ത വിശ്വാസവും പ്രതീക്ഷയും നിന്നിൽ ആവാഹിക്കുക, അർപ്പിക്കുക. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒന്നിനും ആകില്ല. ജീവിതത്തിൽ റിസ്ക് എടുക്കുക. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നയിക്കാനാകും. നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വഴികാട്ടാൻ കഴിയും. തനിച്ചാവും എന്ന ഭയത്താൽ സ്നേഹം ഒരിക്കലും നിങ്ങൾ യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്നൊരു കൂട്ട് അസാധ്യമാണ്. 2 തരം മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. 1. അവർ കടന്നു വന്നതുകൊണ്ട് ജീവിതം കൂടുതൽ ഭംഗിയുള്ളതാക്കിയവർ. 2. ജീവിതത്തിൻ്റെ തന്നെ ഭംഗി കുറച്ചവർ. അവർ മറ്റൊരു ആദ്യത്തെ തരം ആളാകാൻ നമ്മൾക്ക് പറ്റിയില്ലെങ്കിലും രണ്ടാമത്തെ മനുഷ്യൻ ആവാതിരിക്കാൻ ശ്രമിക്കുക. സ്നേഹമില്ലാതെ ജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഹൃദയം ഒരു മരുഭൂമിയാക്കി മാറ്റിയാൽ അവിടെ മുൾച്ചെടികൾ തഴച്ചു വളരും. അടുക്കുന്നവരെയൊക്കെ ആ മുള്ളുകൾ മുറിവേൽപ്പിച്ചു കൊണ്ടേയിരിക്കും.
ക്രമേണ ആരും അടുക്കാതെയാവും. അത് തന്നെയാണ് മനുഷ്യബന്ധങ്ങളിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹൃദയം ഒരു മരുഭൂമിയാക്കി മാറ്റാതിരിക്കുക. നിത്യവും നാം കാണുന്ന വേദനയുള്ള വാക്കുകൾ, ചില മരണങ്ങൾ നമ്മിലോ നമ്മുടെ വേണ്ടപ്പെട്ടവരിലോ കാണുന്നത് വരെയും മരണം നമുക്ക് ഒട്ടും ഗൗരവം ഇല്ലാത്തതാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് നാം നമുക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി ചിലവഴിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ ആരാണ് നമുക്ക് വേണ്ടി ചിലവഴിക്കാനുള്ളത്? എത്ര കാലമാണ് നമുക്ക് വേണ്ടി ചിലവഴിക്കുക? അതുകൊണ്ട് അക്കരയ്ക്ക് കൊണ്ടുപോകേണ്ട നന്മയുടെ താണ്ഡവം നാം തന്നെയാണ് നമുക്ക് വേണ്ടി സ്വരൂപിക്കേണ്ടത്. മറ്റാരെയും നമ്മൾ അതിന് കണക്കാക്കരുത്. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ അതിന് മുന്നോട്ടിറങ്ങുകയും ചെയ്യണം. ഒരു വാക്കിൽ ആശ്വാസം തരുന്നവർ, ഒരു പുഞ്ചിരിയിൽ വേദനകൾ അകറ്റുന്നവർ, ഒറ്റപ്പെടലുകളിൽ ചേർത്തു നിർത്തുന്നവർ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ, ഇങ്ങനെയുള്ള ചില മനുഷ്യരുള്ളതുകൊണ്ടാണ് ഓരോ ജീവിതവും സുന്ദരമാകുന്നത്. ഇതെല്ലാം ഒരാളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്ക് അവരെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതി കൂടിയിട്ടാണ്. കാത്തു നിൽക്കാൻ എന്തെങ്കിലുമൊന്ന് ഉണ്ടാവുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറക്കാനാകുന്നു. അത്രയേയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് പോവുക. ഓരോ പുരുഷന്മാർക്കും 2 സ്ത്രീകളെ വേണം. ഒരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ താരതമ്യം ചെയ്യാനും എന്ന് പഠനങ്ങൾ പറയുന്നു. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ പലരും അണിഞ്ഞിരിക്കുന്ന യഥാർത്ഥ മുഖംമൂടി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാൽ ഉള്ള വിഷക്കുംഭം പോലെയാണ്. വാക്ക് കൊടുക്കൽ അല്ല, മറിച്ച് ചെയ്തു കൊടുക്കലാണ് മനുഷ്യത്വം. അതിന് ചിലർക്കേ കഴിയൂ. അതുകൊണ്ട് വാക്ക് കൊടുക്കാൻ എല്ലാവർക്കും കഴിയും. അതുകൊണ്ട് തന്നെ പാലിക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രം കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വാക്കും വിശ്വസിച്ച് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. ഇണക്കങ്ങളും പിണക്കങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ സാധാരണമാണ്. പക്ഷേ ചില പിണക്കങ്ങൾ, വാശികൾ, അകൽച്ചകൾ, അടുത്തുണ്ടായിട്ടും അകന്നു നിൽക്കുന്ന ചില മനസ്സുകൾ, ഇണങ്ങാൻ ആവാത്ത വിധം അകന്നു പോകുന്ന ചില കുടുംബ ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങൾ, ഇതെല്ലാം ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ നമ്മെ നോവിച്ചു കൊണ്ടേയിരിക്കും. ചിലരുണ്ട് ആരവങ്ങൾക്കിടയിൽ, ആഘോഷങ്ങൾക്കിടയിൽ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ തനിയെ കണ്ണീർ വാർക്കുന്നവർ. ചില സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, ചില വിങ്ങലുകളുണ്ട്. പലർക്കും പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയും അനുഭവിച്ച് മാത്രം തീർക്കേണ്ടവയുമായിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.